നമ്മൾ ചിലപ്പോൾ ചിലതരം ആൾക്കാരെ കാണാറുണ്ട്. അവർ പലപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞാലും ഡിഫെൻസീവ് ആവുന്നുണ്ടായിരിക്കും. നമ്മൾ പറയുകയാണ്, നോക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ആര് ചെയ്തു അങ്ങനെ ഒരു കാര്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്യാനേ വഴിയില്ല, ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ആയിരിക്കും എന്നുള്ള രീതിയിൽ വളരെ ഡിഫെൻസീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാം. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നില്ല. എന്താണ് ഷെയർ ചെയ്യാത്തത്, എന്താണ് അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇല്ലല്ലോ, ഞാനെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലത്തെ മറുപടികളായിരിക്കാം. ചിലപ്പോൾ അവിടെ നമ്മളൊരു പ്രോബ്ലം റേസ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, നീ എന്തിനാ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ എന്ത് ചെയ്താലും നിനക്ക് ഇഷ്ടപ്പെടില്ല, നീ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താണ്, എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നാർസിസത്തിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ ഇത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളാണോ, നാർസിസം എന്നുള്ള ഒരു സാധനം ഇതിനകത്തുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് സംശയം തോന്നിയേക്കാം. പ്രത്യേകിച്ചും ഈ പറയുന്ന ആൾക്കാർ കുറച്ച് ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആൾക്കാരും കൂടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പായിട്ടും തോന്നും ഇത് നാർസിസ്റ്റിക് ആണോ എന്നുള്ളത്. പക്ഷേ ആവണം എന്നില്ല. അവർ പലപ്പോഴും അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കമ്മ്യൂണിക്കേഷനും പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും എല്ലാം ക്രിറ്റിസിസം ആയിട്ടാണ്, കുറ്റപ്പെടുത്തലായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഉള്ളിൽ എന്നെ മോശക്കാരിയാക്കിയോ പറയുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ അത്തരം കോൺവെർസേഷൻസിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനാണ് അവർ ട്രൈ ചെയ്യുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൺട്രോൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നലായിരിക്കാം. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഇൻഡിപെൻഡൻസ് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഞാൻ ഡീൽ ചെയ്യട്ടെ എന്നുള്ളതിലേക്കായിരിക്കാം അവർ ചിലപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്ത് രീതിയിലും പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യണം, പ്രശ്നം ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ അവോയ്ഡ് ചെയ്ത് മാറിപ്പോകാന്നുള്ള സ്വഭാവങ്ങൾ അവർ കാണിച്ചേക്കാം. ഇന്ന് നമുക്ക് സംസാരിക്കാം നാർസിസം ആണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിനെ പറ്റി. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ആദ്യം നമ്മൾ എന്താണ് പൊതുവെയുള്ള അറ്റാച്ച്മെൻറ്റ് രീതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്യൂർ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയൊക്കെയാണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ മറ്റുള്ളവരോട് പെരുമാറുന്നുണ്ടായിരിക്കുക, എങ്ങനെയാണ് നമ്മളിത് നാർസിസവുമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നത്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ്. കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ആണ്, പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് ഇവരെ ഡീൽ ചെയ്യാനായിട്ട് പറ്റുക, നമുക്ക് എങ്ങനെയായിരിക്കും ഇതിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എല്ലാവർക്കും സീൻ ആൻഡ് ഹെഡ് ക്ലിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അത്ര തന്നെ അവയർനെസ് ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു അവയർനെസ് ലഭിക്കുകയും അതുവഴി നമുക്ക് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സെൻസ് ഓഫ് സെൽഫ് എന്നുള്ളത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇഷ്യൂസിലെല്ലാം വർക്ക് ചെയ്ത് കുറച്ചും കൂടി നമുക്ക് മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് എത്താനും എല്ലാം ഇത്തരം നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ ഒരു അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് സീൻ ആൻഡ് ഹെഡ് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ സംസാരിക്കുന്നത് നാർസിസം എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ നാർസിസം അല്ല എന്ന് ഉറപ്പുമുള്ള ചില കണ്ടീഷൻസിനെ പറ്റിയിട്ടാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉള്ള ആൾക്കാർ. എന്താണ് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും മറ്റുള്ള ആളുകളുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഏത് തരം ഹെഡ് സ്പേസിൽ നിന്നാണ് നമ്മൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്, പരസ്പരമുള്ള ട്രസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, നമുക്ക് തന്നെ ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏത് സ്പേസിൽ നിന്നാണ് എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ അധികം വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തെറപ്പിയിലൂടെയൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്പേസാണ് സെക്യൂർ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് സ്പേസ്. സെക്യൂർ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് നിലനിൽക്കാം, വേറൊരാൾക്ക് അവനവൻ്റെ സ്പേസിലും നിലനിൽക്കാം. സോ രണ്ടുപേരും രണ്ടുപേരുടേതായിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് എന്നിലേക്ക് തന്നെ മാനസികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. അയാളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, ഞാൻ എൻ്റെയും കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. എന്നാൽ ഒരു വ്യക്തി നെഗറ്റീവായിട്ട് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സെൻസ് ഓഫ് സെൽഫ് എന്നുള്ളത് എനിക്ക് നഷ്ടപ്പെടുന്നില്ല. എനിക്ക് എന്ത് വേണം എന്നുള്ളത് വളരെ കോൺഷ്യസ് ആയി തന്നെ, എന്നാൽ എനിക്ക് ഹെൽത്തി ആയിട്ടുള്ളത് എന്ത്, അൺഹെൽത്തി ആയിട്ടുള്ളത് എന്ത് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുകയും എൻ്റേതായിട്ടുള്ള ഫീലിങ്സിനകത്ത് നിൽക്കാനും സാധിക്കുക എന്നുള്ളതൊക്കെയാണ് സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് നമ്മളുടെ കുഞ്ഞിലേ മുതലേയുള്ള നമ്മളെ വളർന്നു വരുന്ന രീതികളെല്ലാം തന്നെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളുടെ പാരൻസ് നമുക്ക് തരുന്ന വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴൊക്കെ ഇമോഷണലി ഡിസ്ട്രസ്ഡ് ആയാലും എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഇമോഷണലി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു പാരൻ്റ് എനിക്കുണ്ട് എന്നുള്ളതിൽ നിന്ന് എനിക്ക് എൻ്റെ ഇമോഷൻസിനെ സൂത് ചെയ്യാൻ എൻ്റെ പാരൻസിൻ്റെ ഹെൽപ്പ് എനിക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്ക് പതിയെ പ്രായം കൂടുന്നതിനനുസരിച്ച് എനിക്ക് തന്നെ എൻ്റെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വേറൊരാളുമായിട്ടുള്ള ഇടപെടലുകളിലേക്ക് അതത്ര തന്നെ സ്വാധീനിക്കാൻ ഇടയില്ലാത്ത രീതിയിൽ വളരുന്നതിനെയാണ് സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരാൾക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാനോ തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ എന്നാൽ തന്നോട് നെഗറ്റീവായിട്ട് ഇടപെടുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കാനോ ബുദ്ധിമുട്ടുകളില്ല. ഇവർ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നു എന്നുള്ളതല്ല അവിടെ വരുന്നത്. ആവശ്യ നേരങ്ങളിൽ അങ്ങോട്ടേക്ക് ഇൻട്രാക്ട് ചെയ്യാനും ആവശ്യമില്ല എന്ന് തോന്നുന്ന സ്പേസിൽ എൻ്റേതായിട്ടുള്ള സെൻസ് ഓഫ് സെൽഫിലേക്ക് തിരിച്ചു വരാനും അവർക്ക് ഓക്കെ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ പ്രത്യേകത. അവിടെ എനിക്ക് ഇമോഷണലി വൾണറബിൾ ആവാനായിട്ടും ബുദ്ധിമുട്ടില്ല. എന്നാൽ എൻ്റെ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് അവിടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഇമോഷണലി വൾണറബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇമോഷൻസ് എനിക്ക് എൻ്റേതായിട്ടുള്ള ഇതനുസരിച്ച് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എനിക്കത് പ്രകടിപ്പിക്കാം, എനിക്ക് വേറൊരാളോട് ഓപ്പൺ അപ്പ് ആവാൻ ബുദ്ധിമുട്ടില്ല, അവരുമായിട്ട് ഇമോഷണലി എനിക്ക് അറ്റാച്ച്ഡ് ആവാൻ ബുദ്ധിമുട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഞാനവിടെ റെഗുലേറ്റഡ് ആയി തന്നെ നിലനിൽക്കുന്നു എന്നിങ്ങനെയെല്ലാം തന്നെ എനിക്കവിടെ സേഫായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു, എനിക്കവിടെ അൺസേഫായിട്ട് തോന്നുന്നില്ല എന്നുള്ളതെല്ലാമാണ് സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രത്യേകത. എൻ്റെ മിസ്റ്റേക്കുകൾ വേറൊരാൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഞാനവിടെ അത് എന്നെ പറയുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലമാണ് എന്ന് ചിന്തിക്കാതെ എൻ്റെ പ്രോബ്ലംസ് ഒരാൾ പറയുമ്പോൾ ആ പ്രോബ്ലമായി തന്നെ അതിനെ കണക്കാക്കി പരിഹരിക്കേണ്ടത് പരിഹരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക എന്നുള്ളതിലേക്കൊക്കെ പോകാൻ സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. പലപ്പോഴും സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയേക്കാം. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സെൻസ് ഓഫ് സെൽഫ് ഉണ്ട് അവിടെ, അല്ലേ? ഇനി അങ്ങനെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളൊന്നും തന്നെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതല്ല. അത് മാറി മാറി വരാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ തെറപ്പി എടുക്കുകയും സെൽഫ് അവെയർ ആവുകയും നമ്മളുടെ ഉള്ളിലെ തന്നെയുള്ള മുറിവുകളിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ മാറി മാറി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്, നമ്മൾ ഭയങ്കര ഹൈപ്പർ വിജിലൻ്റ് ആണ്, എനിക്ക് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്, എനിക്ക് ആളുകൾ എന്നെ വിട്ടു പോകുമെന്ന് എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവരെന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്ക് പേടിയാണ്, എന്നെ അടുത്ത് കുറ്റം പറയുമെന്ന് എനിക്ക് പേടിയാണ്. നമ്മൾ പലപ്പോഴും തെറപ്പിയിൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അത്തരം കാര്യങ്ങൾ മാറി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു ഹെഡ് സ്പേസിലേക്കൊക്കെ വരാനായിട്ട് സാധിക്കും. പലപ്പോഴും അങ്ങനെ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളിലേക്ക് പോകാറുണ്ട്. ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്താ? അവിടെ കൂടുതലായിട്ടും എനിക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് എത്രമാത്രം എനിക്കവിടെ ആളുകളുമായിട്ട് ഇടപെടാം എന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും. അവിടെ ഇൻറ്റിമസി എത്രത്തോളമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഫീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൽ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകൾക്ക് എപ്പോഴും എന്നെ ഒഴിവാക്കുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെ അവർ നിരന്തരം മറ്റൊരാളിലേക്ക് ഇൻറ്റിമസി കൊണ്ടുവരുന്നതിലേക്ക് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ കംഫർട്ടബിൾ ആണോ, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലേ, നിങ്ങൾ എന്നോടുള്ള ഇഷ്ടത്തെ തന്നെയല്ലേ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടുകളയോ, അങ്ങനെയൊക്കെയുള്ള ഭയം ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ കൂടുതലായിരിക്കും.
എന്നാൽ അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇൻറ്റിമസി എന്നുള്ളത് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഡിസ്റ്റൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാർ. അവർക്ക് ഇൻറ്റിമസി എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അവർക്ക് സേഫ്റ്റി കൊടുക്കുന്നതും സെക്യൂരിറ്റി കൊടുക്കുന്നതും. അപ്പോൾ ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ഇത് രണ്ടും കൂടി കലർന്നിട്ടുള്ള ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ഉണ്ട്. ഇത് മൂന്നും ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്, സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്, ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്. ഇൻസെക്യൂർ ആയിട്ടുള്ള ഇതിനകത്ത് ആങ്ഷ്യസ് ഉണ്ട്, അവോയ്ഡൻ്റ് ഉണ്ട്, ഡിസോർഗനൈസ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാ മനുഷ്യരിലും നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് അതിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു 0 to 10 എന്നുള്ള സ്കെയിലിൽ നോക്കുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കണക്കാക്കാനായിട്ട് സാധിച്ചേക്കും. എല്ലാ മനുഷ്യർക്കും ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അവരെല്ലാ സമയത്തും നിൽക്കുന്നുണ്ടായിരിക്കാം, പ്രിഡോമിനൻ്റ് ആയിട്ട്. എപ്പോഴും ഒരേ തന്നെ ആയിരിക്കണം എന്നില്ല, പ്രിഡോമിനൻ്റ് ആയിട്ട്. ഇത് ഫിക്സഡ് ആണോ? ജീവിതകാലം മുഴുവനും ഇത് ഒരേ രീതിയിൽ നിൽക്കുന്നതാണോ? അല്ല. വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരാളാണെങ്കിൽ കൂടി നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ആങ്ഷ്യസ് ആയിട്ട് മാറുന്നത് കാണാം. അതായത് ഈവൻ ദോ അവർ ചെറുപ്പം മുതലേ അവർ വളരെ സെക്യൂർ ആയിട്ട് വന്നതാണെങ്കിൽ കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെയുള്ള വ്യക്തി ഇടപെടുന്നതിനനുസരിച്ച് എൻ്റെ അറ്റാച്ച്മെൻറ്റിനെയും അത് ബാധിക്കുക. എനിക്ക് അവിടെ ആങ്സൈറ്റി വന്നു തുടങ്ങാം. പക്ഷേ അതിൻ്റെ ആഴത്തെ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. പൊതുവേ ചൈൽഡ്ഹുഡ് ഇഷ്യൂസിൽ നിന്നുള്ള ഇതുപോലുള്ള അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിൻ്റെ ആഴം വളരെ കൂടുതലായിരിക്കും എന്നത് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ തെറപ്പി കൊണ്ടും ഒക്കെയുള്ള ലക്ഷ്യം എന്താണ്? കുറേ കൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് തെറപ്പിയുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇതുപോലെയുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളുണ്ട്. അപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെയാണ്? നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ പ്രിഡോമിനൻ്റ്ലി അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും. അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് എന്ന് മാത്രമല്ല, ചില സമയത്ത് അതൊരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റും കൂടി ചേർന്ന് ചില സന്ദർഭങ്ങളിൽ കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇവർ വളരെ ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് അവർ പോകുന്നത് കാണാം. എന്നാൽ ഹൂവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെയധികം വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി വൾണറബിൾ നാർസിസ്റ്റൊക്കെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെയധികം കാണിക്കുന്നവരാണ്. അപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് അവോയ്ഡൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ്. അപ്പോൾ അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള എല്ലാവരും നാർസിസ്റ്റിക് ആണോ? അല്ല. നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാൻഡിയോസിറ്റിയാണ്. ഞാനെന്നുള്ള ഭാവമാണ് അവർക്ക്. മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ മുൻപിലുള്ള ഒരാളെ ഡീവാല്യൂ ചെയ്തിട്ടാണ് അവരവരുടെ വേർത്ത് നിലനിർത്തുന്നത്. മുൻപിലുള്ള ഒരാളെ ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ടും മോശക്കാരനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുമാണ് അയാൾ ഞാൻ വേർത്തിയാണ് എന്ന് കാണിക്കുന്നത്. അയാൾക്ക് വളരെയധികം എൻടൈറ്റിൽമെൻ്റ് ഉണ്ട്. എന്താണ്? എല്ലാവരും എന്നെ നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ, അതുകൊണ്ട് തന്നെ ഞാൻ എത്ര ഇതാണെന്ന് അറിയാമോ, നിങ്ങളെല്ലാവരും എന്നെയാണ് ഇതാക്കേണ്ടത് എന്നുള്ള എൻടൈറ്റിൽമെൻ്റ് ഉണ്ട്, എമ്പതി ഇല്ലായ്മയുണ്ട്. ഏറ്റവും പ്രൊഡോമിനൻ്റ് ആയിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫോക്കസ് ചെയ്യുന്നത് പവറിനും കൺട്രോളിനുമാണ്. ചുറ്റിലുള്ള സാഹചര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയും ഡോമിനേറ്റ് ചെയ്യുകയും പവർ എക്സേർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നാർസിസത്തിൽ നമ്മൾ കാണുന്ന പല ക്യാരക്ടേഴ്സും അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാർസിസം ആണോ അതോ ജസ്റ്റ് ഒരു അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു രീതി മാത്രമാണോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ചെയ്യുന്നത്? അവർ ആ ഇൻറ്റിമസി എന്നുള്ളത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻറ്റിമസി എന്നുള്ളത് അവർ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നു? അതിനെ അവരൊരു ത്രെട്ടായിട്ടാണ് കാണുന്നത്, ഒരു ഡേഞ്ചർ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് അവിടെ സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ഇൻറ്റിമസി എന്നുള്ളത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് അവർക്കത് അൺസേഫ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ത്രെട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ത്രെട്ടിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി, അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഒഴിവാകുന്നതിന് വേണ്ടി അവർ ആ റിലേഷൻഷിപ്പുകളിൽ നിന്നും അവോയ്ഡ് ചെയ്യുക, മാറി നിൽക്കുക. ഇൻറ്റിമസി എന്നുള്ളത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്താണ് അവരവിടെ പ്രൊഡോമിനൻ്റ്ലി ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി എന്നുള്ളത് ഫ്രീഡമാണ്. സേഫ്റ്റി എന്നുള്ളത് അവർക്ക് ഒരു കിട്ടുന്ന ഇൻഡിപെൻഡൻസ് ആണ്.
അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, സ്വന്തമായിട്ട് അവിടെ ഫ്രീഡത്തോടു കൂടി മുന്നോട്ട് പോകുന്നു, ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്നുള്ളത് ആണ് അവർക്ക് സേഫ്റ്റി കൊടുക്കുന്നത്. അതാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് അവർ കാണുന്നത്? കോൺഫ്ലിക്റ്റിനുള്ള സാധ്യതകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്നുള്ളത്, പ്രോബ്ലംസ് എന്നുള്ളത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവരെപ്പോഴും പറയും എനിക്ക് പ്രോബ്ലംസ് ഇഷ്ടമല്ല, പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, പ്രോബ്ലംസ് ക്രിയേറ്റ് ആവും, അതുകൊണ്ട് ഞാൻ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ അത് അവരങ്ങനെയാണ് അതിനോട് കോപ്പ് ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്നുള്ളത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുമെന്നും പ്രോബ്ലംസും ഉണ്ടാക്കുമെന്നും അതിനോട് ഡീൽ ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്തിട്ടാണെന്നാണ് അവർ മുമ്പേ പഠിച്ചെടുത്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് വരുന്നൊരു ഭയം എന്നുള്ളത് ഞാൻ അത്ര പോരാ, ഞാൻ മോശക്കാരിയാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുമോ, അവരത് മനസ്സിലാക്കി എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമോ, കുറ്റപ്പെടുത്തുമോ എന്നുള്ളത് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾക്ക് വളരെ ഭയം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ തന്നെയും അവരൊക്കെ ആ ഒരു അവോയ്ഡൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. ഇനി അവർക്ക് മാറിപ്പോകാൻ പറ്റുന്നില്ല, അവരവിടെ നിൽക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ നോർമലി നമ്മുടെ റിലേഷൻഷിപ്പിലെ നീഡ്സ് ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് അവർ എടുക്കുന്നത് ക്രിറ്റിസിസം എന്നുള്ള രീതിയിലായിരിക്കും. സോ ആ ക്രിറ്റിസിസം ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അവരവിടെ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ് എന്നുള്ള രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങളെ ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്ന രീതിയിൽ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് തോന്നും. അൺസേഫായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് അതുപോലെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിലൂടെ പ്രതികരിക്കാൻ അവർക്ക് അവിടെ മടിയില്ല. അവരവിടെ സ്വന്തം ആ ഒരു ഫ്രീഡത്തിലാണ് അവർക്ക് സേഫ്റ്റി കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള സ്പേസസിൽ നിന്ന് മാറിപ്പോകാനായിരിക്കും അവരെപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴൊക്കെ തന്നെയാണെങ്കിൽ അവർ വൾണറബിൾ ആവുന്നു എന്ന് തോന്നുമ്പോൾ അവിടെ എനിക്കൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, മറ്റൊരാൾ എന്നെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോൾ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മുൻപിലുള്ള ഒരാളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ, കുറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് അവർ പോവാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ അവിടെ ഗ്യാസ് ലൈറ്റിങ് ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന ഗ്യാസ് ലൈറ്റിങ്ങിനെ അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ടാണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിലുള്ള ആൾക്കാർ വരുന്നത്. കാരണം അവിടുത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മുൻപിലുള്ള ഒരാളെ ഡീവാല്യൂ ചെയ്യുക, നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ ഡീവാല്യൂ ചെയ്ത് എൻ്റെ അധികാരം സ്ഥാപിച്ച് എൻ്റെ പവർ എക്സേർട്ട് ചെയ്ത് ഞാനാണ് ഇവിടുത്തെ സൂപ്പർ എന്ന് കാണിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവിടെ ലക്ഷ്യം എന്നുള്ളത് എന്നെ സേഫ് ആക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇത് നീ ഇമാജിൻ ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ സ്വയം സേഫ്റ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ അവർ ശ്രമിക്കുക. അത് വളരെയധികം എക്സ്ട്രീമലായിട്ടുള്ള കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും അവരങ്ങനെ അൺഇൻറ്റൻഷനലി ഒക്കെ ഗ്യാസ് ലൈറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നോർമൽ ആയിട്ടുള്ള രീതിയിലത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സാധാരണ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ അത്രയ്ക്കധികം ഗ്യാസ് ലൈറ്റിങ്ങിലേക്ക് പോകണം എന്നില്ല. പക്ഷെ ട്രിഗേർഡ് ആവുന്നു എന്ന് തോന്നുമ്പോൾ അവർ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഇൻവാലിഡേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, അൺഇൻറ്റൻഷനലി ഗ്യാസ് ലൈറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. കാരണം ആ ത്രെട്ട് വരുമ്പോൾ, ആ സേഫ്റ്റി അല്ല, എനിക്ക് പ്രശ്നം വരുന്നു എന്ന് കാണുമ്പോൾ അവിടെ ആ സ്പേസസുകളിലേക്ക് അവർ പോകുന്നതാണ്. അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമോഷൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ എന്താ പറയുക, അവർ ഒന്ന് ബാക്കിലേക്ക് മാറി നിൽക്കുക, ഷട്ട് ഡൗൺ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവരതിനോട് കോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നോക്കും, ഷട്ട് ഡൗണിലേക്ക് പോകും, ഇൻട്രാക്ഷൻസിലേക്ക് വരാതിരിക്കുക എന്നുള്ളതിലേക്ക് ട്രൈ ചെയ്യും. അങ്ങനെയാണ് അവരതിനെ ഡീൽ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കുക. സോ ആ ഒരു അവോയ്ഡ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരു പ്രവണത അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലുമാണ്. ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു ഇമോഷണൽ ഇൻറ്റിമസി എന്നുള്ള കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ ഫിസിക്കൽ ഇൻറ്റിമസി ഡിമാൻഡ് ചെയ്യുന്നു, ഇമോഷണൽ ഇൻറ്റിമസി ഡിമാൻഡ് ചെയ്യുന്നു, ഒന്നിച്ചിരുന്ന് സംസാരിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം, പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളൊന്നും അതിന് തയ്യാറാവണം എന്നില്ല. അവരവിടെ ആ കോൺവെർസേഷൻ ഷട്ട് ഡൗൺ ചെയ്യും, മാറിപ്പോകും. പിന്നെ നമ്മൾ പിടിച്ചു നിർത്തി ബഹളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളുടെ പ്രശ്നമാണെന്ന് പറയും. ഒരു ബ്ലെയിം ഷിഫ്റ്റിങ്ങിലേക്കും വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻവാലിഡേഷനിലേക്കും ചിലപ്പോൾ ഗ്യാസ് ലൈറ്റിങ്ങിലേക്കും ഒക്കെ അവർ പോയെന്ന് വരും. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി തോന്നും എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ളതിരിക്കെ ഇതിൻ്റെ കൂടെ ഇതാണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, ഇതിൻ്റെ കൂടെ ഗ്രാൻഡ്യൂസിറ്റി ചേർക്കുന്നു,
എൻടൈറ്റിൽമെൻറ്റ് ചേർക്കുന്നു, മാനിപ്പുലേഷൻ എന്നുള്ളത് ചേർക്കുന്നു, ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് ചേർക്കുന്നു, മുൻപിലുള്ള ഒരാളെ ഡിവാല്യൂ ചെയ്തുകൊണ്ട് സ്വന്തം വെർത്ത് നിലനിർത്തണം എന്നുള്ളത് ചേർക്കുന്നു, പവറും കൺട്രോളും ഡോമിനൻസും വേണം എന്നുള്ളത് ചേർക്കുന്നു, എനിക്ക് ആ പ്രൈസും അഡ്മിറേഷനും ഞാൻ ഡിസേർവ് ചെയ്യാത്ത അറ്റൻഷനും എല്ലാം എനിക്ക് കിട്ടിയാലാണ് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ചേർക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് നാർസിസം എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ എന്തൊക്കെയാണ് നാർസിസവും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തെ വ്യത്യാസം ഇതാണ്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ പൊതുവെ അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആണ്. ചിലപ്പോൾ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതിലേക്കും പോവാറുണ്ട്. ഡിസോർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റും കൂടി ഇടകലർന്നുകൊണ്ട് പോവാറുണ്ട്. എന്നാൽ എല്ലാ അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരും നാർസിസ്റ്റുകളല്ല. ഭൂരിഭാഗം അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാരും അവരെ റിലേഷൻഷിപ്പിനകത്തുള്ള ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനകത്ത് പ്രശ്നങ്ങൾ വരും എന്നുള്ളതല്ലാതെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ പോലെ ആ ഗ്രാൻഡിയോസിറ്റിയിലേക്കും ഡിവാല്യൂയിലേക്കും ഒന്നും പോവാറില്ല. രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്നുള്ളത് എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്നുള്ളതാണ്. എന്താണ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ലക്ഷ്യം, എന്താണ് അവർ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെയാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻറ്റൻഷൻ എന്താണ്? അവർക്ക് അവരുടെ ആധിപത്യം നിലനിർത്തണം, പവർ കൊണ്ടുവരണം, അവിടെ ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഇൻറ്റൻഷൻ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മുൻപിലുള്ള ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഡിവാല്യൂ ചെയ്യുന്നത്, അവിടെ അല്ലെങ്കിൽ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നത്, അവിടെ മോശമായിട്ട് ഇടപെടുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ആധിപത്യം നിലനിർത്തുക എന്നുള്ളതാണ്. അവർക്ക് ആ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യണം, ഡോമിനേറ്റ് ചെയ്യണം, നമ്മളെ ഐസൊലേറ്റ് ചെയ്യണം, അതുവഴി ഞാനാണ് വലുത് എന്നുള്ളത് സ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയുക, ഈ തരം നെഗറ്റീവായിട്ടുള്ള പ്രവണതകളിലേക്ക് പോകുന്നത്. ഇനി രണ്ടുപേരും അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അതായത് ഒരു കോൺവെർസേഷൻ വരുന്നു, അവോയ്ഡ് ചെയ്യുന്നു. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്നതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക എന്നുള്ള രീതിയിലും അവോയ്ഡ് ചെയ്യുന്നത് കാണാൻ പറ്റും, സൈലന്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലും അവോയ്ഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ രണ്ട് സന്ദർഭങ്ങളിലും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻറ്റൻഷൻ എന്താണ്? നമ്മളെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ്. അവൾ പഠിക്കട്ടെ, അല്ലെങ്കിൽ അവൻ പഠിക്കട്ടെ, അവൻ പഠിച്ച് എൻ്റെ വില മനസ്സിലാക്കി തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവിടെ അവോയ്ഡ് ചെയ്യുന്നത്. അത് ഡിസ്കാർഡിംഗ് ആയിട്ടും സൈലന്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ടും നമുക്ക് അനുഭവപ്പെടും. എന്നാൽ അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ അവോയ്ഡ് ചെയ്യുന്നത് അവർ സേഫായിട്ട് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ്. സോ കോൺവെർസേഷൻ വരുന്നു, എസ്കലേറ്റ് ചെയ്യുന്നു, പ്രോബ്ലംസ് ആവുന്നു, അവർക്ക് പേടിയാണ് അത് എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ളത്. എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആവും, പ്രശ്നമാവും. പ്രശ്നം എന്നുള്ളത് ഡീൽ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, ഇമോഷണലി ഓവർവേംഡ് ആവുന്ന അവർക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സേഫ് ആവുന്നതിന് വേണ്ടി, ആ ത്രെട്ട് ഇല്ലാതാവുന്നതിന് വേണ്ടിയിട്ട് അവർ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, അവർ ഒതുങ്ങി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ ഐ കോൺടാക്റ്റ് ഉണ്ടാവണമെന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നില്ല, മാറിപ്പോവുക എന്നുള്ളതായിരിക്കും വരിക. അതാണ് അവരുടെ ഇൻറ്റൻഷൻ. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻറ്റൻഷൻ അവിടെ പണിഷ്മെൻ്റ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് മൂന്നാമതായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൈസ് വേണം, അവർക്ക് അവരെ അഭിനന്ദിക്കുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് അവിടെ പ്രോത്സാഹനങ്ങൾ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് അവിടെ ആ ഒരു വാലിഡേഷൻ സീക്കിങ് എന്നുള്ളത് അവർക്ക് വളരെ കൂടുതലാണ്. അവർക്ക് വാലിഡേഷനും സപ്ലൈയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അവരെ അഡ്മയർ ചെയ്യുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളത്, ആ ഒരു വാലിഡേഷൻ കിട്ടുന്നു എന്നുള്ളത് അവർക്ക് ജീവശ്വാസം പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരത് സീക്ക് ചെയ്യാറില്ല, അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഏതൊരു സാധാരണ ആൾക്കാരെ പോലെ അപ്രീസിയേഷൻ എന്നുള്ളത് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഓക്കെ ഗുഡ് എന്ന് തോന്നുന്നു എന്നുള്ളതല്ലാതെ അത് ഉണ്ടായാലേ പറ്റൂ എന്നുള്ള സപ്ലൈ എന്നുള്ളത് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. നാലാമതായിട്ടുള്ള വ്യത്യാസം കോൺഫ്ലിക്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം അല്ലേ? കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഇഷ്ടമാണ്. അവർക്ക് ആ കോൺഫ്ലിക്റ്റ് വരിക എന്ന് പറയുമ്പോൾ അവരുടെ ഡോമിനൻസ് ഉറപ്പിക്കാനും, മുൻപിലുള്ള ഒരാളെ ഡിവാല്യൂ ചെയ്യാനും, ഡിസ്മിസ് ചെയ്യാനും, കുറ്റപ്പെടുത്താനും, ഐസൊലേറ്റ് ചെയ്യാനും, അതുവഴി ഞാനാണ് ഇവിടുത്തെ വലുതെന്ന് കാണിക്കാനും, അങ്ങനെ നമ്മൾ തകർന്നു പോകുമ്പോൾ ഞാനാണ് നിങ്ങളെ രക്ഷിക്കുന്നത് എന്നുള്ള പേരിൽ കൊണ്ടുവന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഇഷ്ടമാണ്. അവർക്ക് അതിനോട് പേടിയില്ല. എന്നാൽ അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഫ്ലിക്റ്റ് കഴിയുന്നത്ര ഒഴിവാക്കുകയാണ് ചെയ്യുക. അവർക്ക് കോൺഫ്ലിക്റ്റിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൺഫ്ലിക്റ്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യണം, ഞാൻ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യട്ടെ എന്നുള്ളത് കൊണ്ട് ഹ്യൂമൻ ഇൻട്രാക്ഷൻസും സോഷ്യൽ ഇൻട്രാക്ഷൻസും എല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത്? ഈ പറഞ്ഞതുപോലെ അവർക്ക് അവിടെ
ഇൻറ്റിമസിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ, ഇമോഷണൽ ഇൻറ്റിമസി എന്നുള്ളത് വരാതെ വരുമ്പോൾ, നമ്മൾ പ്രശ്നങ്ങൾ റേസ് ചെയ്യുമ്പോൾ ഇവരിടപെടുന്ന രീതി, ഇവരവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അവർ ഷട്ട് ഡൗണിലേക്ക് പോകും. ചിലപ്പോൾ നമ്മളെ ഡിസ്മിസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കും. നീയാണ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ള രീതിയിൽ അവിടെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അൺഇൻറ്റൻഷനലി ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് പോലെ തോന്നും. നിങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, എനിക്കിവിടെ പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഇത് നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവമാണോ? എന്നാൽ നാർസിസത്തിൻ്റെ എല്ലാം ഇതിനകത്ത് കാണുന്നില്ലല്ലോ, പിന്നെ ഇതെന്താണ് എന്ന് നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതേപോലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നതിൻ്റെ അടുത്തൊരു റീസൺ ആണ് അവർ അക്കൗണ്ടബിലിറ്റി എടുക്കുന്നില്ല എന്നുള്ളത്. കാരണം അവർ ഡിഫെൻസീവ് ആവാറുണ്ട്. അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാർ കോൺഫ്ലിക്റ്റ് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരു കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് എൻ്റെ ഫ്രീഡം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, എന്നെ കുറ്റം പറയാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാർ ഭയക്കുന്നത് ക്രിറ്റിസിസം എന്നുള്ളതാണ്. അവർക്ക് ഞാൻ ഓക്കെ അല്ല, എനിക്കെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്ര ഗുഡ് ഇനഫ് അല്ല എന്നൊക്കെയുള്ള തോന്നലുള്ളത് കൊണ്ട് തന്നെ അതിനെ ട്രിഗർ ചെയ്യുന്ന കോൺവെർസേഷൻസ് എല്ലാം തന്നെ ക്രിറ്റിസിസം ആയിട്ടാണ് അവർ പെർസീവ് ചെയ്യുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് നാർസിസവുമായിട്ട് തോന്നും. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും ക്രിറ്റിസിസം എന്നുള്ളതിനോട് ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആണ്. അവർക്ക് ക്രിറ്റിസിസം എന്നുള്ളത് എടുക്കാനേ പറ്റില്ല. കാരണം ഇത് രണ്ടും ഇവരെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും അവോയ്ഡൻ്റലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഷെയിമും ഒക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലേ അത്. അവർക്ക് അവിടെ അവനെ പറ്റി തന്നെ ഒരുപാട് ഷെയിം ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ക്രിറ്റിസിസം എന്നുള്ളത് ഈ രണ്ട് കൂട്ടർക്കും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് തോന്നും, ഇയാളൊരു ക്രിറ്റിസിസം എടുക്കുന്നില്ലല്ലോ, അപ്പോൾ ഇതിന് നാർസിസ്റ്റിക് ആണോ എന്ന് തോന്നും. അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിലുള്ള ആളുകൾക്കും ഉള്ളിൽ ആ ഒരു ഞാൻ ഗുഡ് ഇനഫ് അല്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫീലിംഗിലേക്ക് അവർ പോകുന്നത്, അവർക്ക് ക്രിറ്റിസിസം എടുക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ അവരവിടെ ഡിഫെൻസീവ് ആവുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് അപ്പോൾ അവിടെ കാണാൻ പറ്റും. അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് സമ്മതിക്കില്ല. ചിലപ്പോൾ അവർ അക്കൗണ്ടബിലിറ്റി എടുക്കില്ല, എൻ്റെ ഭാഗത്ത് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് എടുക്കില്ല. പക്ഷേ ഈ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ നാർസിസവും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അങ്ങോട്ടേക്ക് മുൻപിലേക്ക് നീങ്ങാനേ പറ്റില്ലാത്ത പോലെയുള്ള ഒരു സ്പേസ് അവിടെ വരും. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അത് ഉൾക്കൊള്ളില്ല എന്ന് മാത്രമല്ല, അവർ വളരെയധികം ഫിയേഴ്സ്ലി ഗ്യാസ് ലൈറ്റ് ചെയ്യും എന്നും മാത്രമല്ല, ചില സമയത്ത് അവർ മനസ്സിലാക്കുന്നതായിട്ട് അഭിനയിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് ചിലപ്പോൾ പോയേക്കാം. ചിലപ്പോൾ അവിടെ സോറി പറഞ്ഞിട്ട് അവിടെ ലവ് ബോംബിങ് എന്നുള്ള രീതിയിൽ സോറി പറഞ്ഞേക്കാം, ഹൂവറിങ് എന്നുള്ള രീതിയിൽ സോറി പറഞ്ഞേക്കാം. എന്നാൽ അവോയ്ഡൻ്റലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ സോറി പറയുന്നതൊക്കെ അവിടെ ഒരു ഈ കോൺഫ്ലിക്റ്റിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും, അല്ലാതെ കോൺഫ്ലിക്റ്റ് വരട്ടെ എന്നുള്ള ഒരു ഹെഡ് സ്പേസിൽ നിന്നായിരിക്കില്ല. അപ്പോൾ ഈ അവോയ്ഡൻ്റലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരും ആ അക്കൗണ്ടബിലിറ്റി എടുക്കാത്തതുകൊണ്ടും ഡിഫെൻസീവ് ആവുന്നത് കൊണ്ടൊക്കെ നമുക്ക് തോന്നും ഒരു നാർസിസ്റ്റിക് ആണോ. പക്ഷെ അവിടെ അതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ തെറപ്പി എന്നുള്ളതിനൊരു സ്പേസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിനൊരു സ്പേസ് ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് സ്പേസ് ഉണ്ട്. പലപ്പോഴും നമുക്ക് കപ്പിൾ സെഷൻസിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ കപ്പിളായിട്ടുള്ള ഇഷ്യൂസിലൊക്കെ വരുമ്പോൾ തെറപ്പി എന്നുള്ളൊരു സ്പേസിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ അവോയ്ഡൻ്റലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സാധിക്കും. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അത് സാധിക്കില്ല. അവരൊരിക്കലും അവിടെ അക്കൗണ്ടബിലിറ്റി എന്നുള്ളതിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ ഒട്ടും നമുക്ക് സാധിക്കാത്ത ഒരു സ്പേസിലേക്ക് പോയേക്കാം. പക്ഷേ ഈ ഡിഫെൻസീവ് ആവുന്നതും അക്കൗണ്ടബിലിറ്റി എടുക്കാതെ വരുന്നതും ഒക്കെ നമുക്കത് നാർസിസം അല്ലേ എന്നുള്ള രീതിയിൽ തോന്നാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സിമിലാരിറ്റി തോന്നുന്ന ഒരു കാര്യമാണ് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള പെരുമാറ്റം. അവോയ്ഡൻ്റായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഫ്രീഡം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ അവർക്ക് സെൽഫ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് ആ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ സെൽഫിന് കൂടി പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, ഇതെന്താ എനിക്കൊരു പ്രയോറിറ്റി ഇല്ലാത്ത, ഈ വ്യക്തി ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആണല്ലോ എന്നൊക്കെ ഫീൽ ചെയ്തേക്കാം. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് നാർസിസവും അതുപോലെ തന്നെ അവോയ്ഡൻ്റലി അറ്റാച്ച്ഡും ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് സിമിലാരിറ്റി തോന്നാറുണ്ട്. എഗെയിൻ അവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയൊക്കെ പ്രത്യേകിച്ചും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലൊക്കെ തന്നെ അവിടെ റിസൊല്യൂഷനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും നമുക്ക് അവിടെ തെറപ്പിയിലൂടെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്കവിടെ അവോയ്ഡൻ്റലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ പവറും കൺട്രോളും ഡോമിനൻസും ഒന്നും അത്ര ഇല്ല. അത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ മുൻപിലുള്ള ഒരാളെ ഡീവാല്യൂ ചെയ്തുകൊണ്ട് എന്നെ ഇത് കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നു എന്ന് കാണുമ്പോൾ അങ്ങനെ അവോയ്ഡൻ്റലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ തെറപ്പിയിലേക്ക് പോകാനും സെൽഫിൽ വർക്ക് ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.
അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഇരുന്നാലും, അവർ ട്രിഗേർഡ് ആണെങ്കിലും അല്ലെങ്കിലും അവർ വെറുതെ ഇരുന്നാലും ഒക്കെ തന്നെ മുൻപിലുള്ള ഒരാളെ ഡിവാല്യൂ ചെയ്യാൻ അവർക്ക് മടിയില്ല എന്നുള്ളതാണ്. മുൻപിലുള്ള ഏതൊരു വ്യക്തിയും താഴ്ത്തി സംസാരിച്ചുകൊണ്ട് ഞാനാണ് ഏറ്റവും മികച്ചത്, ഞാനാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത് എന്നുള്ള നെറേറ്റീവ് കൊണ്ടുവരാനായിട്ട് അവിടെ അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കില്ല. അത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കേ സാധിക്കുകയുള്ളൂ. അവർക്ക് നിരന്തരം ഡിവാല്യൂ ചെയ്യണം, ഞാനാണ് വേർതി ആയിട്ടുള്ളൂ എന്നുള്ളതിലേക്ക് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം വ്യത്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും രണ്ടാണ്. ഇനി അടുത്ത ചോദ്യമാണ്, എന്താണ് ഇവിടുത്തെ പരിഹാരം, ഹൗ ടു ഡീൽ എന്നുള്ളതിലേക്ക്. എപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ പറയുന്ന അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ പറയണത് പോലെ ഏതൊരു ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്. മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നുള്ളതുണ്ട്, സേഫ്റ്റി എന്നുള്ളതുണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുണ്ട്, പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതുണ്ട്, എംപതി എന്നുള്ളതുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്നുള്ളതുണ്ട്. ഇതെല്ലാം തന്നെ നമുക്കൊരു ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ഡിസേർവ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഏത് തരം ആളുകളുമായിട്ട് റിലേഷൻഷിപ്പുകൾ കീപ്പ് ചെയ്യണം, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാവട്ടെ, ഫാമിലി റിലേഷൻഷിപ്സ് ആവട്ടെ, ഞാൻ എങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ചോയ്സ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇവരെന്താണ് എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് സഹായിക്കും, എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. പക്ഷെ മുൻപിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മളുടെ ചോയ്സ് ആണ്. നമ്മളാണ് അവിടെ ഡിസൈഡ് ചെയ്യേണ്ടത് എങ്ങനെ ഞാനിതിനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. രണ്ടാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വളരെ ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണെന്ന് കരുതാം. അപ്പോൾ നമുക്ക് ഈ പറയുന്നതെല്ലാം നമുക്ക് ആങ്സൈറ്റി ഒരുപാട് ഉണ്ടാക്കുന്നതാണെന്ന് കരുതാം. പലപ്പോഴും സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരെ പോലും നമുക്ക് അവിടെ നമ്മളെ ട്രിഗർ ചെയ്തേക്കാം. വളരെ അവനവൻ്റെ കാര്യം പറയുന്നുണ്ടാവുള്ളൂ, അവനവൻ്റെ ബൗണ്ടറി വെക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പക്ഷെ നമുക്ക് തോന്നും എന്നെ വേണ്ടാഞ്ഞിട്ടാണ്, എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് അവർ സംസാരിക്കുന്നത്, ഇവരെന്നെ ദേഷ്യപ്പെടും, ഇവരെന്നോട് കുറ്റപ്പെടുത്തും എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അത് നമ്മളുടെ ഉള്ളിൽ ആങ്സൈറ്റി കൊണ്ടാണല്ലേ. അപ്പോൾ നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റൈറ്റ് കൈൻഡ് ഓഫ് ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്സും നമുക്ക് പോസിബിൾ ആവുള്ളൂ. നമുക്കും സെക്യൂർ ആയിട്ടുള്ള ഒരു ഹെഡ് സ്പേസിലേക്ക് വരുമ്പോഴാണ് ഇത്തരം മറ്റുള്ള ആളുകളെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് ഈസിയർ ആയിട്ടുണ്ടാവാം. അവിടെയാണ് ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പോലും, അല്ലെങ്കിൽ ഒരാൾ അവനവൻ്റെ സ്പേസിൽ നിന്ന് ബൗണ്ടറി വെക്കുന്നത് പോലും എനിക്ക് ഭയങ്കര റിജക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, എന്നെ ഒഴിവാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് അവിടെ എന്നെ കുറ്റപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഒരാൾ അവനവൻ്റേതായിട്ടുള്ള കാര്യം പറയുമ്പോഴും എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയം എനിക്ക് വരാറുണ്ട്. അപ്പോൾ അവിടെ നമ്മളുടെ ഉള്ളിലെ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതും കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ടാവുക അല്ലേ. സോ നമ്മളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനനുസൃതമായിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് റിലേഷൻഷിപ്പുകൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാം. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബൗണ്ടറി എന്നുള്ളത്. ബൗണ്ടറീസ് എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈവൻ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവരെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ബൗണ്ടറീസ് ഇല്ലെങ്കിൽ നമ്മൾ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എനേബിൾ ചെയ്യുന്നത് പോലെയാണ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എനേബിൾ ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ തന്നെ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ സ്വന്തം ഉള്ളിൽ വർക്ക് ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്യണം അല്ലേ. അവർക്ക് മനസ്സിലാവണം, ഓക്കെ എൻ്റെ ഉള്ളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇൻറ്റിമസിയിൽ ഇവനെ ഒഴിവാക്കുന്നുണ്ട്, ഞാൻ വൾണറബിലിറ്റി എന്നുള്ളത് ഞാൻ കൊണ്ടുവരുന്നില്ല, ഞാൻ അവിടെ ഡിഫെൻസീവായിട്ടാണ് നിൽക്കുന്നത്, ആൾക്കാർ എന്തെങ്കിലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമെന്നുള്ള പേടി വരുമ്പോഴത്തേക്കും വളരെ ഡിഫെൻസീവായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ സ്വന്തം ഉള്ളിൽ ഞാൻ വർക്ക് ചെയ്യട്ടെ എന്നുള്ളതൊക്കെ അയാൾ സ്വയം തീരുമാനിക്കേണ്ടതാണല്ലേ. അപ്പം നമ്മൾ അവരെ എനേബിൾ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുമോ? ഒരിക്കലുമില്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ തന്നെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മളിതുപോലെ അവരെ കെയർ ടേക്ക് ചെയ്യാൻ പോകുന്നതും അവരെ കംഫർട്ടബിൾ ആക്കാൻ നോക്കുന്നതും അല്ലെങ്കിൽ അവരെ പ്രശ്നങ്ങൾ അറിയിക്കാതെ കൊണ്ടുപോകാൻ നോക്കുന്നതും ഒക്കെ നമ്മളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. പലപ്പോഴും നമ്മൾ അവിടെ വിചാരിക്കും, ഓക്കെ ഞാൻ ഈ കാര്യം കൂടി ഞാൻ നന്നായി ചെയ്യുകയാണെങ്കിൽ ഇവരെന്നെ ടേക്ക് കെയർ ചെയ്യും, ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ ഇവർ ചിലപ്പോൾ ഇൻറ്റിമസിയിലേക്ക് ഓക്കെ ആയിട്ട് വരും. അങ്ങനെ നമ്മൾ എനേബിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വന്തം ബൗണ്ടറീസ് ചൂസ് ചെയ്യാനും നമ്മളുടെ സ്വന്തം മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്
നമ്മളുടെ ചോയ്സ് എടുക്കുക എന്നുള്ളതും എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ഷോ അപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതും നമ്മുടെ ലൈഫിൻ്റെ ചാർജ് നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതും പലപ്പോഴും നമ്മൾ തന്നെ നമ്മൾ ഏത് ഹെഡ് സ്പേസിൽ നിൽക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഇത്തരം സ്പേസുകളിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. സോ എപ്പോഴും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതും നമുക്ക് ഏതൊക്കെ സ്പേസസിൽ നിൽക്കണം, എങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിലേക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിച്ചേക്കും. എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.